ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 16-ാം തീയതി നടക്കേണ്ട നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിലൂടെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിൽ മാത്രമല്ല അതൊരു പ്രാദേശിക തർക്കവും സംഘർഷവുമായി മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് യമനിൽ നിന്നും പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ വിധവയും ചില കുടുംബാംഗങ്ങളും അവരുടെ ഗ്രാൻഡ് മുഫ്തിയുടെ ഇടപെടൽ ഉണ്ടായതോടെ നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിലും തലാലിന്റെ സഹോദരനും ചില പ്രാദേശിക നേതാക്കളും വധശിക്ഷ നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യമനിൽ ക്ലിനിക്ക് തുടങ്ങാൻ വിദേശികൾക്ക് അനുവാദമില്ലാത്തതുകൊണ്ട് നിമിഷപ്രിയ തലാലിന് വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെ നേടിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ക്ലിനിക്ക് ആരംഭിച്ചതും ഇവർ ഒരുമിച്ച് ദമ്പതികളായി ജീവിതം ആരംഭിച്ചതും. എന്നാൽ പിന്നീടുണ്ടായ സാമ്പത്തിക തർക്കമാണ് തലാലിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. വിദേശിയായ ഒരു അന്യമതസ്ഥയെ തലാൽ വിവാഹം കഴിച്ചത് തന്നെ കുടുംബത്തിൽ പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷം ഇവർ തമ്മിലുണ്ടായ തർക്കത്തിൽ നിമിഷപ്രിയ തലാലിനെ കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിൽ തള്ളിയത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന വാദമാണ് വധശിക്ഷ എതിർക്കുന്ന സഹോദരൻ അബ്ദുൽ ഫത്താ മഹദി ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ള ന്യായം. ഈ പ്രവൃത്തി കാരണം കുടുംബാംഗങ്ങൾക്ക് കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം കാണാനുള്ള അവസരം കൂടിയാണ് ഈ സ്ത്രീ നഷ്ടപ്പെടുത്തിയത് എന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന നിലപാടിലാണ് അവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഇതിലൂടെ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും ഒഴിവായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊല്ലപ്പെട്ടവരുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളിൽ ഒരാൾ എതിർത്താൽ പോലും വധശിക്ഷയിൽ നിന്നും കുറ്റവാളിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന നിയമമാണ് നിമിഷപ്രിയയ്ക്ക് ഇപ്പോൾ കുരുക്കായിട്ടുള്ളത്. എന്നാൽ BBC പോലുള്ള ഇന്റർനാഷണൽ മീഡിയകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യമൻ സർക്കാരിന് മേൽ ഇന്ത്യൻ സർക്കാരിന്റെ നയതന്ത്രപരമായ ഇടപെടൽ മൂലം ഇളവ് അനുവദിച്ചു എന്നാവും പറയുക. കാരണം ഈ മീഡിയകളെ സംബന്ധിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷയെ മാറ്റിവെക്കാൻ സഹായിച്ച കാന്തപുരം അബൂബക്കർ ഉസ്താദ് സർക്കാരിന്റെ ഒരു ഭാഗമാണ്. യമൻ ഔദ്യോഗിക സർക്കാരിന് ഹൂത്തികൾ ഭരിക്കുന്ന വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയില്ല എന്നറിഞ്ഞിട്ടും BBC പോലുള്ള ഇന്റർനാഷണൽ മീഡിയകൾ അവിടുത്തെ ഔദ്യോഗിക സർക്കാരിനെ മെൻഷൻ ചെയ്താവും വാർത്തകൾ പുറത്തുവിടുന്നത്. അത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രാദേശികമായി ഈ വാർത്തകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ സോഴ്സുകൾ പ്രാദേശിക പത്രങ്ങൾ വെളിപ്പെടുത്തും. അപ്പോഴാണ് കാന്തപുരത്തിൻ്റെ പ്രാധാന്യം ഉയർന്നു വരുന്നത്. ഈ തിരിച്ചറിവും ബോധവുമില്ലാത്ത സംഘികളും ക്രിസംഘികളും ഒക്കെയാണ് സർക്കാർ ഇടപെടൽ കൊണ്ടാണ് വധശിക്ഷ മാറ്റിവെച്ചത് എന്ന് അവകാശപ്പെടുന്നത്. ഇത് ഇന്റർനാഷണൽ ജേർണലിസത്തിന്റെ യാതൊരുവിധ വശങ്ങളും അറിയാത്തത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വിശ്വസിക്കുന്നതും വാദിക്കുന്നതും. കാന്തപുരം ഉസ്താദ് ചെയ്തത് അവിടുത്തെ സൂഫി വര്യനുമായി കണക്ട് ചെയ്ത് 16-ാം തീയതി നടക്കേണ്ട വധശിക്ഷയെ മാറ്റിവെക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. തന്നെയുമല്ല, ഈ വിഷയത്തെ യമനിലെ അവരുടെ പ്രാദേശികമായ മുഖ്യധാരയിലേക്കും ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്കും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും. അങ്ങനെ കാന്തപുരം ഉസ്താദിന്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇതിൽ നിന്നും പിന്മാറാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. ഇനി ഇന്ത്യൻ സർക്കാരിനാണ് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. എന്നാൽ യമനുമായിട്ടുള്ള ചില നയതന്ത്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അതിനായി കേരളത്തിലെ ശാഖയിൽ നിന്ന് പ്രതീഷ് വിശ്വനാഥനെയും ശശികലയും കാസയിൽ നിന്ന് കെവിൻ പീറ്ററും കൂടി പോയി യമനിലെ അവരുടെ പ്രാദേശിക നേതൃത്വവുമായി സംസാരിച്ച് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഒരവസരമുള്ളതാണ്. അതവർ എത്രയും വേഗം നിർവഹിക്കേണ്ടതാണ്. എങ്കിൽ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചു എന്ന് അവർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതല്ലാതെ ഇന്നലെ വധശിക്ഷ മാറ്റിവെച്ചത് ഏഷ്യാനെറ്റിലൂടെ അറിഞ്ഞ് ഓടിപ്പോയി ജനൻ ടിവിയിൽ കയറിയിരുന്ന് ഞങ്ങൾ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിച്ചു, നാളെ നിമിഷപ്രിയ കേരളത്തിലെത്തും എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പരിഹാസ്യമായി മലയാളികൾ എടുത്ത് താറെടുക്കുകയാവും ഫലം. അതല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. പൂർണ്ണമായി നിമിഷപ്രിയയെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നതിന് മുൻപായി അവകാശവാദവുമായി ഇറങ്ങിയ പരിവാരങ്ങൾക്ക് ഇപ്പോൾ കയ്യിലുള്ള കുറുവടിയും കടിച്ചു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. കാന്തപുരത്തിന് ഇതിൽ യാതൊരുവിധ റോളുമില്ല, ഞങ്ങളുടെ സർക്കാരാണ് ഇത് ചെയ്തത് എന്ന അവകാശം മുറുക്കെ പിടിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹദി BBCക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഈ കേസിൽ മാപ്പ് കൊടുക്കാൻ ഞങ്ങൾ ഒരു വിധത്തിലും തയ്യാറല്ല എന്ന് പബ്ലിഷ് ചെയ്യുന്നത്. അതോടെ അവകാശവാദക്കാർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് നിമിഷയെ വധിക്കാതെ പുള്ളി ഇനി ചെരുപ്പിടില്ല എന്നാണ്. ഏതോ ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, പുള്ളിക്കിട്ട് തല്ലുകിട്ട് കഴിയുമ്പോൾ പുള്ളി ചെരുപ്പിടില്ല എന്ന് പറയുന്നുണ്ടല്ലോ.
എന്ന് പറഞ്ഞ പോലെ ഈ പുള്ളി ഇനി ശരിപ്പെടാൻ സാധ്യതയില്ല. അതിന് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ദിയാദനമല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കാൻ ബന്ധുക്കൾ തയ്യാറാകാതിരുന്നാൽ കൊലയാളി വധശിക്ഷ സ്വീകരിച്ചേ കഴിയൂ. മനുഷ്യത്വപരമായി ചിന്തിച്ചാൽ ഇയാളുടെ വാദവും ന്യായം തന്നെയാണ്. തൻ്റെ സഹോദരൻ്റെ കൊലപാതകം നിമിഷപ്രിയയ്ക്ക് പറ്റിയ ഒരു കയ്യബദ്ധമല്ല, 2 സ്ത്രീകൾ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിനെ കിസാസ് എന്ന വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതികാരത്തോടെ കൊല ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ കരുതിക്കുട്ടിയുള്ള കൊലപാതകം. ഇതിന് നമ്മുടെ നാട്ടിലും വധശിക്ഷ തന്നെയാണ് വിധിക്കുക. അതുകൊണ്ട് യമനിൽ ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. പൈശാചികമായ രീതിയിലാണ് ഈ സ്ത്രീകൾ ആ കൊല നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു പ്രതി യമനി ആയതുകൊണ്ടാണ് ചർച്ചയിലേക്ക് അവർ കയറി വരാത്തത്. നിമിഷപ്രിയ മലയാളിയായപ്പോൾ അവരേതോ ഒരു ഇരയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ചിലർ ഇതിനെ വാദിക്കുന്നത്. യാതൊരു വിധത്തിലും അവർ ദയ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ദേഷ്യമുള്ളവരെല്ലാം കൊല്ലാനാണെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ കൊല്ലേണ്ടി വരും. പ്രത്യേകിച്ച് ഈ സ്ത്രീയെ സംബന്ധിച്ച് നാട്ടിൽ ഭർത്താവും കുട്ടിയും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അവർ കുറച്ചുകൂടെ വിവേകത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പകരമായി അവിടെയുള്ള ഭർത്താവിനെ കൊന്നിട്ട് നാട്ടിൽ വന്ന് മറ്റേ ഭർത്താവുമായി ജീവിക്കാം എന്ന് കരുതുന്നതൊക്കെ വളരെ വിഡിത്തമാണ്. ഈ കേസിലെ 2ാം പ്രതിയായ ഹനിയ എന്ന സ്ത്രീ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലാണ്. അവർക്ക് ഏതാണ്ട് 35 കൊല്ലമോ മറ്റോ ആണ് ജീവപര്യന്തം ശിക്ഷയുള്ളത്. എന്നാൽ 1ാം പ്രതിയായ നിമിഷപ്രിയ കേവലം 7-8 വർഷത്തെ ശിക്ഷ സ്വീകരിച്ച് കൂളായി ഇറങ്ങി നാട്ടിലേക്ക് വിടാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഇടയിലുള്ളത്. അതുകൊണ്ടാണ് ഇവരെ കൊല്ലണമെന്ന നിലപാടിൽ കുടുംബാംഗങ്ങളിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുന്നത്. ഈ നിലപാടിനെ തണുപ്പിക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എന്നാൽ നിമിഷപ്രിയെ കൊന്നാലും കുഴപ്പമില്ല, കാന്തപുരത്തിന് ക്രെഡിറ്റ് കൊടുക്കരുത് എന്ന നിലപാടിലാണ് കാസ സംഘ പരിവാരങ്ങളുള്ളത്. ഇസ്രായേലും ഗസയും ഹൂത്തികളും ഒക്കെ ആയുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ നിലപാട് ഇസ്രായേലിന് അനുകൂലമാകുന്നത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഹൂത്തികൾക്കിടയിൽ ചർച്ചയാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യൻ സൈനികർ ഗസയിൽ IDF-നൊപ്പം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഹൂത്തികളെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ ശത്രുപക്ഷത്താണ് എന്നുള്ളതാണ്. അതും നിമിഷ കൊല്ലപ്പെടണം എന്ന കാര്യത്തെ സാധൂകരിക്കാൻ കാരണമാവും. അങ്ങനെയെങ്കിൽ ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനമുണ്ടാവും. അത് കാര്യമായ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. വിദേശത്ത് പോയി ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.